ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വ്ളോഗാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ നമ്മൾ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നമ്മൾ ഫാമിലീസ് എല്ലാവരും കൂടെ അത് ഗെറ്റ് ടുഗദർ ചെയ്യും. ആ സമയത്ത് ഭയങ്കര ബ്ലാസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. നമുക്ക് എല്ലാവരും കൂടെ വന്ന് ചേർന്ന് ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് തിരക്കൊക്കെ കാരണം എല്ലാവർക്കും ഒന്നും കൂടാനായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ചേട്ടൻ വന്ന സമയത്താണ് അങ്കിള് വിളിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫാമിലിയിൽ കുറച്ച് പേരൊക്കെ മിസ്സിങ് ആണ്, എന്നാലും നമുക്ക് പറ്റുന്നിടത്തോളം പേരോട് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്കിളുടെ വീട്ടിൽ കൂടുവാട്ടോ ഈ പ്രാവശ്യം ചെയ്തത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ ഫാമിലീസിലെല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ കാണുന്നത് അന്നേരമാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് സംസാരങ്ങളും അതുപോലെ ഒരുമിച്ചുള്ള കുക്കിങ്ങും പിള്ളേരൊക്കെയാണ് പാട്ടും ഡാൻസും ബഹളം, നല്ല അടിപൊളി വൈബാട്ടോ നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പോകാനുമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ ദിവസത്തെ പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങളും പോയിട്ടോ ഫാമിലി ഗെറ്റ് ടുഗദറിന്. അപ്പോൾ ആൻറ്റി അമ്മച്ചിയൊക്കെ തലേ ദിവസം തന്നെ നമ്മുടെ സവാളയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ അങ്കിള് പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല കുക്ക് ചെയ്യണത്, എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കുക്കിങ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചില്ലൊക്കെ ചെയ്ത് എല്ലാം എൻജോയ് ചെയ്തിട്ടാട്ടോ നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയും ബ്രെഡുമാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളത് നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ ഓരോരുത്തരും റെസിപ്പി വെച്ചിട്ടോ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ അതിൻ്റേതായ കുറച്ച് തെറ്റുകളുണ്ടെങ്കിലും നമ്മളതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ കുക്കിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നമ്മുടെ ഫാമിലീസിലെ എല്ലാ ബോയ്സ് ഗ്യാങ്ങും കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി തന്നെ കേട്ടോ. കുട്ടികളടക്കം എല്ലാവരും കൂടെ ഇതിനായിട്ട് ഇൻവോൾവ്ഡ് ആണ്. ബാക്കി ഞങ്ങൾ ഗേൾസിനോടൊന്നും ഈ പരിസരത്തോട്ട് വരരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഗേൾസ് ഗ്യാങ് കുറച്ച് അപ്പുറത്ത് പോയിരുന്നിട്ട് വർത്തമാനം മറിച്ചിലും കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ബോയ്സ് ഗ്യാങ് ഇവിടെ വന്നിട്ട് അടിപൊളി ചിക്കൻസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഷെഫ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേട്ടൻ തന്നെയാണ്. പിന്നെ കൂടെ സഹായത്തിന് ഞങ്ങളുടെ ചേട്ടന്മാരെല്ലാവരും കസിൻസൊക്കെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ അങ്കിളും ഒക്കെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് നമുക്ക് നല്ല കട്ടയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ കഴുകാനൊക്കെ ആണെങ്കിലൊക്കെ ഭയങ്കര പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നത്. നേരത്തെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസംബർ മാസമാണ് ഫാമിലി ഗെറ്റ് ടുഗദർ നടത്താറുള്ളത്. അപ്പോൾ ആ സമയത്ത് ആദ്യമൊക്കെ നമ്മൾ അങ്കിളിൻ്റെ വീട്ടിൽ വെച്ച് നടത്തുമായിരുന്നു. പിന്നെ നമ്മളത് ടൂറായിട്ട് നമ്മൾ എടുത്തിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ വാഗമണിലോ അങ്ങനെയുള്ള ടൂറിസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലേസിൽ പോയിട്ട് അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് അവിടെ നമ്മൾ കുക്കിങ്ങും DJയും എല്ലാമായിട്ട് വൈബായി എൻജോയ് ചെയ്തിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ ട്രിപ്പൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോകാറുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ തിരക്കൊക്കെ കാരണം നമുക്ക് എല്ലാവർക്കും കൂടെ ഗെറ്റ് ടുഗദർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ഒത്തുള്ള സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു ടൈം കിട്ടിയപ്പോൾ നമ്മൾ അങ്കിളിൻ്റെ വീട്ടിൽ തന്നെ നമ്മളത് സെറ്റ് ചെയ്ത് ഇട്ടേക്കുവാണ്. ജസ്റ്റ് നൈറ്റ് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അതൊരു വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ചിക്കൻ കറി നമ്മൾ ചേട്ടന്മാർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ കറി. അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രെഡാണുള്ളത്. ആദ്യം തന്നെ നമ്മൾ കുട്ടീസ് ഗ്യാങ്ങിനാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്തു കേട്ടോ അവിടെ. പിന്നെ എല്ലാവർക്കും ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചേട്ടന്മാർ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ചൂട് ചിക്കനും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെഡും ആയിരുന്നു. രണ്ടും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു.
വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുത്തു, കുറച്ച് ചിക്കനിൽ മുക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി വന്നപ്പോൾ അത് വേറൊരു രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് നമ്മളവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.